ഏറ്റവും വലിയ നഷ്ടമാണെന്ന് നമുക്ക് പാർട്ടിക്ക് മാത്രമല്ല ഈ പ്രദേശത്തെ ബഹുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിലും ഞങ്ങളുടെ പ്രിയ സഹോദരൻ സഖാവ് റസലിൻ്റെ വേർപാട് ഏറ്റവും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തെ പോലെ ഒരു നേതാവ് സൗമനസ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പാത മാത്രം സ്വീകരിച്ചുകൊണ്ട് പൊതുപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കോട്ടയം ജില്ലയിലെ പാർട്ടിയുടെ അമരക്കാരനായി കഴിഞ്ഞ 3 വർഷത്തിലേറെ കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന റസലിൻ്റെ വേർപാട് യഥാർത്ഥത്തിൽ വളരെ കടുത്ത ദുഃഖമാണ് ഞങ്ങളിലെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ഈ കഴിഞ്ഞ 3-4 ദിവസം മുൻപ് കോട്ടയത്ത് വന്നപ്പോൾ അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹം അപ്പോൾ ആശുപത്രിയിൽ ഇരിക്കുകയായിരുന്നു. പക്ഷെ കുറച്ച് ശബ്ദത്തിൻ്റെ ഇടർച്ച കൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് സാരമില്ല ടീച്ചറെ, എനിക്കങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് വളരെ ആവശ്യമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ചെയ്യും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാരകമായ രോഗമല്ല, അദ്ദേഹം ഒരു ഹാർട്ട് അറ്റാക്കിന് വിധേയമായി എന്നാണ്. ശരിക്കും ഷോക്കായി. ആ വാർത്ത നമ്മളിൽ ഉണ്ടാക്കിയത് വല്ലാത്ത വിഷമം ആണ്. ഒരു പൊതുപ്രവർത്തകൻ, ഒരു മാതൃകാ പൊതുപ്രവർത്തകൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി എന്നുള്ള നിലയിലും കോട്ടയം ജില്ലയുടെ സെക്രട്ടറി എന്നുള്ള നിലയിലും എല്ലാവരിലും ഒരാദരവും സ്നേഹവും പിടിച്ചു പറ്റാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയിലൂടെ, ഒരു സവിശേഷമായ ശൈലിയിലൂടെ സാധിച്ചു. എനിക്കും അദ്ദേഹം ഒരു സഖാവ് എന്നുള്ള നിലയിൽ അപ്പുറത്ത് എൻ്റെ ഒരു ഇളയ സഹോദരനെ പോലെ ഏറ്റവും അധികം ഞാൻ ഇഷ്ടപ്പെട്ട ഒരു സഖാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെല്ലാം എനിക്കറിയാം. ഇവിടെ ഞാൻ വന്നിട്ടുണ്ട്, മകളുടെ കല്യാണത്തിന് വന്നിട്ടുണ്ട്, അതിന് മുൻപ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ദുഃഖം അവരോട് അനുശോചനവും ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്.